നമസ്കാരം, ഞാൻ പ്രവീൺ നമ്പൂതിരി, ഒറ്റപ്പാലം. സോമയാഗം എന്ന വളരെ പുരാതനവും വേദവിധി പ്രകാരം നടക്കുന്നതുമായിട്ടുള്ള ഒരു യാഗത്തിൻ്റെ ചടങ്ങുകളുടെ ഒരു വിവരണം. അതിൻ്റെ ഭാഗമായിട്ട് സോമയാഗത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് അറിയേണ്ടത് ഇഷ്ടി എന്ന ചടങ്ങിനെ പറ്റിയിട്ടാണ്. യാഗങ്ങളുടെ നട്ടലാണ് ഇഷ്ടി, അല്ലെങ്കിൽ അനേകം ഇഷ്ടികളുടെ ഒരു കൂട്ടായ്മയാണ് യാഗം എന്ന് പറയാം. ഇഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഹോമം എന്നാണ് അർത്ഥം. ഇപ്പോൾ ഇഷ്ടി എന്നുള്ള പേര് ചിലപ്പോൾ പലരും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ നമുക്ക് പലർക്കും പരിചയമുള്ള ഒരു ഇഷ്ടിയുണ്ട്, അല്ലെങ്കിൽ കേട്ട് പരിചയമുള്ള ഒരു ഇഷ്ടിയുണ്ട്. രാമായണം വായിച്ചിട്ടുള്ള എല്ലാവരും പുത്രകാമേഷ്ടി യാഗം എന്ന് കേട്ടിട്ടുണ്ടാവും. ദശരഥ മഹാരാജാവിനെ കുട്ടികളില്ലാതെ വിഷമിച്ചിട്ട് അദ്ദേഹം തൻ്റെ ഗുരുവായിട്ടുള്ള വസിഷ്ഠനോട് പറഞ്ഞു, എനിക്ക് സന്താനങ്ങളില്ല. വസിഷ്ഠൻ പറഞ്ഞു, നിനക്ക് 4 സന്താനങ്ങളുണ്ടാവും, അതിനായിട്ട് ഋഷ്യശൃംഗ മഹർഷിയെ കൊണ്ടുവന്ന് പുത്രകാമേഷ്ടി യാഗം നടത്തണം. അങ്ങനെ മഹർഷി വന്നു, പുത്രകാമേഷ്ടി യാഗം നടത്തി. അതിൻ്റെ ഫലമായിട്ടാണ് ദശരഥന് ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ 4 മക്കളുണ്ടായത്. ആ കഥ രാമായണത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ പുത്രകാമേഷ്ടി, പുത്രനെ കാമിച്ചുകൊണ്ടുള്ള ഇഷ്ടി, പുത്രൻ ഉണ്ടാവണം, സന്താനം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച് കാമിച്ച് ചെയ്യുന്ന ഇഷ്ടി എന്താണോ അതാണ് പുത്രകാമേഷ്ടി. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് ചെയ്യുന്ന ഒരു ഹോമം, ഒരു യാഗം ആണ് ഇഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു ഹോമമാണെന്ന് പറയാം. നമുക്ക് സാധാരണ പരിചയമുള്ള ഒരു ഗണപതി ഹോമം, അല്ലെങ്കിൽ സുദർശന ഹോമം, അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം മുതലായ ഹോമങ്ങളൊക്കെ ചെറിയ ഹോമങ്ങളാണ്. അതിൻ്റെ ഹോമ സമ്പ്രദായത്തിന് ചെറിയ ഹോമാചാരം എന്നാണ് പറയുക. അതിനേക്കാൾ കുറച്ചും കൂടി വലിയ ക്ഷേത്രങ്ങളിൽ ശുദ്ധികർമ്മങ്ങൾ നടക്കുമ്പോൾ നടക്കുന്ന ചില ഹോമങ്ങളുണ്ട്. ഹോമം, വാസ്തു ഹോമം, അതല്ലെങ്കിൽ ഈ പ്രതിഷ്ഠാകർമ്മങ്ങൾ, അതുപോലെ തന്നെ ദ്രവ്യകലശം, അഷ്ടബന്ധ കലശം മുതലായതൊക്കെ നടക്കുമ്പോൾ ചെയ്യുന്ന ചില വിശേഷപ്പെട്ട ഹോമങ്ങൾ, അങ്ങനെയുള്ള ഹോമങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനോടുകൂടി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഹോമങ്ങൾക്ക് വലിയ ഹോമം എന്ന് പറയും, പ്രസിദ്ധ ഹോമം എന്ന് പറയും. എന്നാൽ അതിൻ്റെ വലിയ ഹോമമാണ് ഇഷ്ടി എന്ന് പറഞ്ഞാൽ. ഇഷ്ടിയാണ് ഏറ്റവും വലിയൊരു ഹോമം. ഒരു വളരെ വിപുലമായ രീതിയിൽ ഒരു ഹോമം ചെയ്യുന്നതിനെയാണ് ഇഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഉദ്ദേശങ്ങൾക്കും ഓരോ ഇഷ്ടിയുണ്ട്. അപ്പോൾ യാഗം എന്ന് പറഞ്ഞാൽ അനേകം ഇഷ്ടികളുടെ ഒരു കൂട്ടാണ്. ദീക്ഷണീയേഷ്ടി, പ്രായണീയേഷ്ടി, ഉദയണീയേഷ്ടി, അതുപോലെ തന്നെ ആദിത്യേഷ്ടി, അഗ്നിശോമീയം, പശു ഇഷ്ടി, അങ്ങനെ കുറേ ഇഷ്ടികളുണ്ട്. ഈ ഇഷ്ടികളെല്ലാം കൂടി ചേർന്നതാണ് യാഗം. അപ്പോൾ എന്താണ് ഇഷ്ടി എന്നത് ആദ്യം ഇഷ്ടി എന്താണെന്നൊന്ന് മനസ്സിലാക്കുകയാണ് യാഗത്തിൻ്റെ ചടങ്ങുകൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഇഷ്ടി എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഒരു ഇഷ്ടിയുടെ ചടങ്ങൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ പരിചയപ്പെടുത്തുന്ന ഇഷ്ടി എന്ന് പറഞ്ഞാൽ സാധാരണ അഗ്നിയാധാനം, സോമയാഗം, അതുപോലെ തന്നെ അതിരാത്രം, ഇതെല്ലാം ചെയ്ത ആള് യജമാനൻ പിന്നീട് അക്കിത്തിരിപ്പാട്, അല്ലെങ്കിൽ സോമയാജിപ്പാട്, അല്ലെങ്കിൽ അടിതിരിപ്പാട് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് ഈ യാഗശാലയിൽ നിന്ന് കൊണ്ടുവന്ന അഗ്നി 3 കുണ്ടങ്ങളിലായിട്ട് കെടാതെ സൂക്ഷിച്ച്, ജീവിതാവസാനം വരെ കെടാതെ സൂക്ഷിച്ച്, ദിവസവും 2 നേരവും അഗ്നി ജ്വലിപ്പിച്ച് അതിൽ അഗ്നിഹോത്രം ചെയ്യണം. അതുപോലെ തന്നെ വെളുത്തവാവും കറുത്തവാവും കഴിഞ്ഞു വരുന്ന പിറ്റേ ദിവസം, പ്രഥമ ദിവസങ്ങളിൽ വളരെ വിശേഷപ്പെട്ട ഇഷ്ടി എന്ന ചടങ്ങ് ചെയ്യണം. 2 ഇഷ്ടി ചെയ്യണം. അപ്പോൾ ഒരു മാസം 2 ഇഷ്ടി വരും. അങ്ങനെ ഒരു വർഷം 14 കൂടുതൽ ഇഷ്ടി വരും. അപ്പോൾ ഈ ഇഷ്ടിയുടെ ചടങ്ങ് ഒന്ന് കാണിച്ചു തരികയാണ്. കേരളത്തിലെ വൈദിക കുടുംബങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ളൊരു കുടുംബമാണ് ചെറുമുക്കുമന. വൈദികൻ എന്ന് പറഞ്ഞാൽ നമ്പൂതിരിമാരുടെ ആചാരപരമായ കാര്യങ്ങളിൽ അവസാന വാക്ക് തീരുമാനിക്കുന്ന ആൾ വൈദികൻ എന്ന് പറയും. അപ്പോൾ ആ വൈദിക ഫാമിലിയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഫാമിലിയാണ് ചെറുമുക്കുമന. അപ്പോൾ ചെറുമുക്കുമന വൈദികൻ ചെറുമുക്കുമന വല്ലഭൻ അക്കിത്തിരിപ്പാട്, അദ്ദേഹം അതിരാത്രം ചെയ്ത് അക്കിത്തിരിപ്പാടായ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് വർഷങ്ങളായിട്ട് യാഗാഗ്നി കെടാതെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ യാഗാഗ്നിയിൽ, ആ 3 കുണ്ടങ്ങളിലെ അഗ്നിയിൽ ഇഷ്ടി എന്ന് പറഞ്ഞ ചടങ്ങ് ചെയ്യുന്നത് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഇഷ്ടി ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും യജമാനൻ, ഈ അക്കിത്തിരിപ്പാട്, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ ഇഷ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടി ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്രിയകളൊക്കെ ചെയ്യുന്ന ആൾ അധ്വർയു എന്ന് പറയും. അധ്വർയാണ് ഈ അക്കിത്തിരിപ്പാടിന് വേണ്ടിയിട്ട് ഇഷ്ടി ചെയ്യുന്നത്. അപ്പോൾ യാഗത്തിനാണെങ്കിൽ യജമാനന് വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന ആൾ അധ്വർയാണ്. അദ്ദേഹം യജുർവേദ സമ്പ്രദായത്തിലാണ് ക്രിയകൾ ചെയ്യുക. അതേസമയത്ത് മന്ത്രങ്ങളൊക്കെ ചെല്ലുന്ന ആൾ, പ്രധാനപ്പെട്ട ഹോമമന്ത്രങ്ങളൊക്കെ ചെല്ലുന്ന ആളെ ഹോതൻ എന്ന് പറയും. അദ്ദേഹം ഋഗ്വേദ സമ്പ്രദായത്തിലാണ് ഈ മന്ത്രങ്ങളൊക്കെ ചെല്ലുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മൻ എന്നു പേരായിട്ടുള്ള ഒരു
സ്ഥാനമുണ്ട് ബ്രഹ്മൻ. അദ്ദേഹം ശരിക്കും അഥർവവേദത്തിൻ്റെ പ്രതിനിധിയാണെന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ യജമാനൻ്റെ അക്കിത്തിരിപ്പാടിൻ്റെ കൂടെ അല്ലെങ്കിൽ സോമയാജിപ്പാടിൻ്റെ കൂടെ, യാഗമാണെങ്കിൽ യജമാനൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ അഗ്നീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഋത്വിക്കും കൂടിയുണ്ട് ഈ ഇഷ്ടി ചെയ്യാനായിട്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് യജമാനൻ്റെ ഒപ്പം യജമാനൻ്റെ പത്നി ഉണ്ടാവണം. അക്കിത്തിരിപ്പാട് യാഗം ചെയ്ത അക്കിത്തിരിയുടെ കാടിൻ്റെ അല്ലെങ്കിൽ സോമയാജിപ്പാടിൻ്റെ പത്നിയും ഒപ്പം ഉണ്ടാവണം. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്ന ഒരു ഇഷ്ടി നമുക്ക് നോക്കാം. ഇതിൽ കാണുന്ന ഇഷ്ടിയുടെ കുറച്ചും കൂടി വികസിച്ച രൂപമാണ് യാഗങ്ങളിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇഷ്ടി എന്താണെന്നൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ യാഗത്തിൻ്റെ ചടങ്ങുകളോടനുബന്ധിച്ചിട്ടുള്ള ഇഷ്ടി അല്ലെങ്കിൽ യാഗത്തിൻ്റെ ചടങ്ങുകൾ മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് ചെറുമുക്ക് വല്ലഭൻ അക്കിത്തിരിപ്പാടിൻ്റെ താമസ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് നടന്നിട്ടുള്ള ഒരു ഇഷ്ടി ഒന്ന് കണ്ടു നോക്കാം. ൃതമസ്തുദേവയുവം വിശ്വവാരാമീളാമഹൈദേവ ഈളേന്യാം നമസ്യാമ നമസ്യാന്യജാമയജ്ഞാൻ ഓ ശ്രാവയാ സമിധോ യജാ യാമഹേ സമിധസ്തമിധോ അഗ്ന ആദ്യസ്യ ബിന്ദു വൗഷാത് സമിധോ ശ്രാവയാ യജാ യാമഹേ അഗ്നപാദഗ്ന ആദ്യസ്യ വേദു വൗഷാത് ശ്രാവയാ യജാ അഗ്ന ആദ്യസ്യ ബിന്ദു വൗഷാത് യാമഹേ ബലിരഗ്ന ആദ്യസ്യ വേദു വൗഷാത് യാമഹേ സ്വാഹാഗ്നിം സ്വാഹാ സോമം സ്വാഹാഗ്നിം സ്വാഹാ स्वाहाग्नि सोमौ स्वाहेन्द्रं वैमृधं स्वाहा देवा आद्यवायुषाणा अग्न आद्यस्य हविषो बिन्दु वौषट् ഇപ്പോൾ കണ്ടത് ഇഷ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോമഭാഗമാണ്. ഇതിൽ ആ വിശറി കൊണ്ട് വീശുന്ന വ്യക്തിയാണ് യജമാനൻ ചെറുമുക്ക് വല്ലഭൻ അക്കിത്തിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ പത്നിയാണ് അപ്പുറത്ത് ഇരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പത്നിയാണ്. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ബ്രഹ്മൻ എന്ന ഋത്വിക്കാണ്. അവിടെ ഇരുന്ന് ഹോമം ചെയ്യുന്ന വ്യക്തി അദ്ദേഹം അധര്യു എന്ന ഋത്വിക്കാണ്. ഋത്വിക് എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന ആൾ, കർമ്മി എന്നർത്ഥം. നമ്മൾ പുതിയ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പൂജാരി അല്ലെങ്കിൽ തന്ത്രി എന്നൊക്കെ പറയും. ആ ഒരു സ്ഥാനമാണ്. അവിടെ നിന്ന് തൊഴുതു ചെല്ലുന്നത് ഹോതൻ എന്ന ഋത്വിക്കാണ്. അദ്ദേഹം ഋഗ്വേദ മന്ത്രങ്ങളാണ് ചെല്ലുന്നത്. അധര്യു യജുർവേദ സമ്പ്രദായത്തിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ കയ്യിലൊരു സാധനം പിടിച്ച് തൊഴുത് മന്ത്രം ചെല്ലുന്ന ആൾ അഗ്നീന്ദ്രൻ എന്ന ഋത്വിക്കാണ്. അപ്പോൾ അവിടെ ഇരുന്ന് കർമ്മം ചെയ്യുന്ന അധര്യു, നിന്ന് തൊഴുത് ചെല്ലുന്ന ഹോതൻ, യജമാനൻ്റെ അടുത്തിരിക്കുന്ന ബ്രഹ്മൻ, ഇവർ മൂന്ന് പേരും മഹർ ഋത്വിക്കുകൾ എന്ന് അറിയപ്പെടും. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഋത്വിക്കുകളാണ് ഇവർ. ഒന്ന് ഋഗ്വേദ ഗണം, ഒന്ന് യജുർവേദ ഗണം അല്ലെങ്കിൽ ഋഗ്വേദ സമ്പ്രദായത്തിലുള്ള ഒരു ഗ്രൂപ്പ്, ഒന്ന് യജുർവേദ സമ്പ്രദായത്തിലുള്ള ഗ്രൂപ്പ്, ഒന്ന് അഥർവം എന്നൊരു സങ്കല്പത്തിൽ ആണ്. പക്ഷേ അഥർവവേദികളല്ല, ബ്രഹ്മൻ വളരെ പ്രധാനപ്പെട്ട ആളാണ്. ഇവിടെ ഇതിൽ ആ അധര്യു അല്ലെങ്കിൽ ഹോമം ചെയ്യുന്ന അധര്യു കാവനാട് വിഷ്ണു നമ്പൂതിരിയാണ്. അവിടെ തൊഴുത് ഋഗ്വേദ മന്ത്രങ്ങൾ ചെല്ലുന്ന ഹോതൻ എടമന ശങ്കരനാരായണ നമ്പൂതിരിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനടുത്ത് നിൽക്കുന്ന ആൾ ശ്രീ ചെറുമുക്ക് വല്ലഭൻ അക്കിത്തിരിപ്പാടിൻ്റെ മകനായിട്ടുള്ള ശ്രീജിത്ത് വല്ലഭൻ നമ്പൂതിരിയാണ്, അഗ്നീധനൻ എന്ന ഋത്വിക്ക്. താഴെ ഇരിക്കുന്ന ബ്രഹ്മൻ വെള്ളാമ്പറമ്പ് മിഥുൻ നമ്പൂതിരിയാണ്. ഒരു യാഗം ആരംഭിക്കുമ്പോൾ പടിഞ്ഞാറേ ശാല എന്ന ഭാഗത്ത് 3 കുണ്ടങ്ങളാണ് ഉണ്ടാവുക. ഈ കാണുന്നതിന് ത്രേതാഗ്നി 3 കുണ്ടങ്ങൾ എന്ന് പറയും. ഇതിലെ വൃത്താകൃതിയിൽ കാണുന്നത് ഗാർഹപത്യം എന്ന
കുണ്ടമാണ്, ഗാർഹവത്യാഗ്നി എന്ന് പറയും. ആ അഗ്നി കത്തിക്കൊണ്ടിരുന്ന് ഹോമിക്കുന്നത് കാണുന്നത് ചതുരത്തിലുള്ളതാണ്. അതിന് ആഹവനീയാഗ്നി എന്ന് പറയും. അതിലാണ് പ്രധാനപ്പെട്ട എല്ലാ ഹോമങ്ങളും നടക്കുന്നത്. മധ്യത്തിലുള്ളത് അർദ്ധചന്ദ്രാകൃതിയിലാണ്. അതിന് ദക്ഷിണാഗ്നി എന്ന് പറയും. ഇംഗ്ലീഷിൽ ഡി എന്ന് എഴുതിയ പോലുള്ളത്. ഇതിൽ കൂടുതൽ ക്രിയകളില്ല, ചില പ്രധാനപ്പെട്ട ക്രിയകൾ മാത്രമേ ഉള്ളൂ. ഈ 3 കുണ്ടങ്ങളാണ് ഒരു യാഗം തുടങ്ങുമ്പോൾ ആദ്യത്തെ 4 ദിവസവും എല്ലാ ക്രിയകളും ചെയ്യുന്നത് ഈ 3 കുണ്ടങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഒരു ഇഷ്ടി എന്ന യാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിയയുടെ ആദ്യ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ ഇഷ്ടി ചെയ്യാനാവശ്യമായ, ഇഷ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഹോമാണെന്ന് പറഞ്ഞല്ലോ, വലിയൊരു ഹോമം. ഈ ഹോമം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. എല്ലാം ഒരുക്കിയെടുക്കണം. അത് വെറുതെ എല്ലാം ഒരുക്കിയെടുക്കുന്നത്, മന്ത്രപൂർവ്വമാണ് ഒരുക്കിയെടുക്കുന്നത്. ഓരോന്നിനും മന്ത്രമുണ്ട്. എന്ത് ക്രിയ ചെയ്യുമ്പോഴും മന്ത്രമുണ്ട്. ശരിക്കും മന്ത്രം എന്നല്ല പറയേണ്ടത്, പലതും പ്രാർത്ഥനകളാണ്. ഓരോ കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കുകയാണ്. ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവണേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവണേ, ഇങ്ങനെയൊക്കെ സംഭവിക്കണേ എന്നുള്ള പല പ്രാർത്ഥനകളാണ് കൂടുതലായിട്ടും. അപ്പോൾ പ്രാർത്ഥനകളോടും മന്ത്രങ്ങളോടും കൂടി ഈ ഇഷ്ടി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഹോമം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു ഇഷ്ടിയുടെ ആദ്യ ഭാഗം. അപ്പോൾ അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. കാരണം ഇതിന് ഹോമിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, പുല്ല് മുറിക്കുക മുതലായ കാര്യങ്ങൾ ചെയ്യണം, നിവേദ്യ വസ്തുക്കൾ ഉണ്ടാക്കണം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഹോമത്തിന് വേണ്ട പുല്ല് മുറിക്കുക എന്ന ക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് വെറുതെ പുല്ല് മുറിക്കലല്ല, ദർഭപുല്ലൊക്കെ കൃത്യമായിട്ട് അതിൻ്റെ സമ്പ്രദായത്തിൽ മുറിച്ച് മന്ത്രം ചൊല്ലിയിട്ടാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ ആ വട്ടത്തിലുള്ള വൃത്താകൃതിയിലുള്ള കുണ്ടത്തിൽ തീ കത്തുന്നത് കാണാം. അതിൽ ഹോമത്തിന് വേണ്ട ഈ ഇഷ്ടി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നിവേദ്യ സാധനങ്ങൾ തയ്യാറാക്കുക. അരി പൊടിക്കുന്നതാണ് ആ കാണുന്നത്. പുരോടാശം എന്ന ഹവിസ്, ഹോമിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു വസ്തു, നിവേദ്യം എന്ന് പറയാം നമുക്ക് ഇന്നത്തെ ഭാഷയിൽ, അത് തയ്യാറാക്കുകയാണ്. നെല്ല് കുത്തി അരി പൊടിച്ച് അത് ചൂടുവെള്ളം, ആ ഗാർഹവത്തെ കുണ്ടെന്നറിയണ കുണ്ടത്തിൽ വെള്ളം വെച്ച് അത് ചൂടാക്കി അത് അരിപ്പൊടി അതിൽ കുഴച്ച് അത് ഉരുട്ടി അത് ആ കുണ്ടത്തിൽ തന്നെ വേവിച്ചെടുത്ത് ചുട്ടെടുത്ത് അതാണ് ഹോമിക്കുന്നത്. അപ്പോൾ അപ്പോൾ ഈ പുരോടാശം ആണ് ഇപ്പോൾ ഈ ഹോമിക്കുന്നത് കാണുന്നത്. അതിനു വേണ്ട പുരോടാശം അതിൻ്റെ ക്രിയകളൊക്കെ ചെയ്തതിന് ശേഷം ഹോമിക്കാനായിട്ട് എടുക്കുകയാണ്. ഹോതൻ മന്ത്രം ചൊല്ലിയിട്ടാണ് ഇത് ഹോമിക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു യാഗത്തിൻ്റെ അല്ലെങ്കിൽ ഇഷ്ടിയുടെ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്ന എല്ലാ ക്രിയകളും ഇതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഒരുക്കിയെടുക്കുക. അതുപോലെ തന്നെ ഈ ഹോമിക്കാൻ ആവശ്യമായിട്ടുള്ള ഹോമത്തിൻ്റെ സാധനങ്ങൾ അതൊക്കെ ശുദ്ധി ചെയ്തെടുക്കണം. ഇങ്ങനെയുള്ള എല്ലാ ക്രിയകളും മന്ത്രം ചൊല്ലി ചെയ്തതിന് ശേഷം ഹോതൻ വന്ന് മന്ത്രം ചൊല്ലും. വൗഷൽ എന്ന് ചൊല്ലുമ്പോൾ അധ്വരു അത് ഹോമിക്കും. പക്ഷേ യാഗമാവുമ്പോൾ, സോമയാഗമാവുമ്പോൾ ഒരു വ്യത്യാസം, സാമഗാനം കൂടിയുണ്ട്. സാമവേദം കൊണ്ട് സ്തുതിക്കുക എന്ന ക്രിയയും കൂടിയും പ്രധാനമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഹോമങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അതിലെ എന്താണോ ഹവിസ് എന്ന് പറയും, ഹോമിക്കുന്നതിന് ഹവിസ് എന്ന് പറയും. എന്താണോ ഹോമിക്കുന്നത് അതിന് മുമ്പായിട്ട് സാമവേദം കൊണ്ട് സാമസ്തുതി എന്ന സ്തുതി നടത്തും. ഉദ്ഗാതൻ എന്ന പ്രധാനപ്പെട്ട ഋത്വിക്കാണ് സാമസ്തുതി നടത്തുന്നത്. അതിനുശേഷമാണ് ഈ ഋഗ്വേദ സമ്പ്രദായത്തിലുള്ള മന്ത്രം, അത് ഹോതൻ മന്ത്രം ചൊല്ലുക. അതിനുശേഷമാണ് ഹോമിക്കുക. പ്രധാന ഹോമിക്കുക എന്നാണ് അതിന് പറയുക. നമ്മളെങ്കിലും പ്രധാനപ്പെട്ടത് എന്നും നമുക്ക് ചുരുക്കി പറയാവുന്നതാണ്.